നമ്മൾ ഇന്ന് മുതൽ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. നമുക്ക് നേരിട്ട് തന്നെ ടോപ്പിക്സിലേക്ക് പോകാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിനെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ 2 വീഡിയോസ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഈ ഒരു പാർട്ടിൽ ബേസിക്കലി നമ്മൾ എൻവയോൺമെന്റൽ എത്തിക്സും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമാണ് കവർ ചെയ്യുന്നത്. അടുത്ത പാർട്ടിൽ നമ്മൾ എക്കോ സിസ്റ്റംസ് സ്റ്റാർട്ട് ചെയ്യും. അതോടുകൂടി നമുക്ക് ഈ ഒരു മൊഡ്യൂൾ തീർക്കാവുന്നതാണ്. നമുക്ക് ആദ്യമായിട്ട് എന്താണ് ബേസിക്കലി എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് നോക്കാം. ഇപ്പോൾ ഹ്യൂമൻ ബീങ്സും നാച്ചുറൽ എൻവയോൺമെന്റിനും തമ്മിലുള്ള മോറൽ റിലേഷൻഷിപ്പ് പഠിക്കുന്ന എത്തിക്സിന്റെ ഒരു ബ്രാഞ്ചാണ് ബേസിക്കലി നമ്മൾ എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചറിനെ എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം, ഹ്യൂമൻസിന് നേച്ചറിനോട് എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉണ്ടോ, ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ നടത്തേണ്ടത്, ഇവയെക്കുറിച്ചൊക്കെയാണ് ബേസിക്കലി നമ്മൾ ഈ ഒരു എൻവയോൺമെന്റൽ എത്തിക്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ട്രഡീഷണലി അല്ലെങ്കിൽ പണ്ട് കാലത്ത് ബേസിക്കലി എത്തിക്സ് ചോദിച്ചത് എങ്ങനെയാണ് മനുഷ്യനെ തന്നെ ട്രീറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഒരു രീതിയിലുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു. അപ്പോൾ പിന്നീട് കാലം മാറുന്നതനുസരിച്ച് എൻവയോൺമെന്റൽ എത്തിക്സിലേക്ക് വന്നപ്പോൾ അവിടെ ചോദിക്കുന്നത് മനുഷ്യരുടെ കാര്യത്തോടൊപ്പം തന്നെ നേച്ചറിനെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് നമ്മൾ കൺസിഡർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇനി എന്തുകൊണ്ടാണ് നമ്മളിത് എഞ്ചിനീയേഴ്സ് എന്നുള്ള നിലയ്ക്ക് ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി എഞ്ചിനീയേഴ്സ് നേച്ചറിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്ന പ്രോജക്ട്സുകൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏതൊരു എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ് ആണെങ്കിലും നാച്ചുറൽ റിസോഴ്സസിനെ കൺസ്യൂം ചെയ്യാറുണ്ട്. അതേപോലെ വേസ്റ്റ് മേ ബി ജനറേറ്റ് ചെയ്യാം, എക്കോ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റിൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു കൂട്ടം ആൾക്കാരാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് നോക്കുക, ടെക്നിക്കൽ ക്യാപ്പബിലിറ്റി മാത്രം കൊണ്ട് നമുക്കെല്ലാം ആവത്തില്ല. ഇപ്പോൾ എത്തിക്കൽ ഫ്രെയിം വർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ടെക്നോളജി എൻവയോൺമെൻറ്റിൻ്റെ ഡിസ്ട്രക്ഷനിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ സൈലന്റ് വാലി ഒക്കെ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയാം. കേരളത്തിലെ സൈലന്റ് വാലി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിലെ ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 1970-80 കാലഘട്ടത്തിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പ്രൊജക്റ്റ് പ്രപ്പോസ് ചെയ്തു. ഇലക്ട്രിസിറ്റി നമുക്കറിയാം മനുഷ്യന് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി പ്രൊജക്റ്റിൻ്റെ ലാസ്റ്റ് അൺഡിസ്റ്റർബ്ഡ് ടിപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഒന്നിനെ ഇത് ഡാമേജ് ചെയ്യുമായിരുന്നു. അപ്പോൾ പബ്ലിക്കായിട്ട് ഡിബേറ്റുകൾ നടത്തി വന്നു. അതിനുശേഷം പ്രൊജക്റ്റ് ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത്. ഇതൊരു റിയൽ ലൈഫിൽ വന്നേക്കുന്ന ഒരു എക്സാമ്പിളാണ്. ബേസിക്കലി ഇവിടെ നിന്ന് മനസ്സിലാക്കി എടുത്ത കാര്യം എന്താണ്, നേച്ചർ എക്കണോമിക് വാല്യൂ മാത്രമല്ല ഉള്ളത്, അതിനൊരു ഇൻട്രൻസിക് വാല്യൂ കൂടി ഉണ്ട്. ഈ ഒരു കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് നോക്കാം. ഇത് നിങ്ങൾ ഇതേപോലെ തന്നെ കാണാതെ പഠിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. സിമ്പിളായിട്ട് എന്തൊക്കെ ഒരു ട്രാൻസിഷനാണ് അവിടെ വന്നിരിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ ആണ് കൊണ്ട് വെക്കേണ്ടത്. നമുക്ക് പ്രീ ഇൻഡസ്ട്രിയൽ പീരീഡ് നോക്കാം. അവിടെ നമ്മൾ ബേസിക്കലി ഹ്യൂമൻ റിസോഴ്സസ് ആയിട്ടാണ് നേച്ചറിനെ കണ്ടുകൊണ്ടിരുന്നത്. ഫോറസ്റ്റ്, വാട്ടർ, ലാൻഡ്. അപ്പം ബേസിക്കലി മനുഷ്യന് യൂസ് ആയിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ റിസോഴ്സസ് ആയിട്ടാണ് ബേസിക്കലി നമ്മളിവിടെ കണ്ടിരിക്കുന്നത്. ഇനി അതിനുശേഷം നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ടൈമോട് കൂടി നമുക്ക് റിലീജിയസ് ആയിട്ടുള്ള ട്രഡീഷൻസും കൺസർവേഷൻ ലിമിറ്റ്സ് ഇമ്പോസ് ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് റിലീജിയസ്ലി മരങ്ങളെ നമ്മൾ ആരാധിക്കുന്നവരുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കാലത്തിനനുസരിച്ചിട്ട് ചെറിയ മാറ്റങ്ങൾ വന്നു. അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബേസിക്കലി നമ്മൾ പ്രകൃതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റ് പയ്യെ വന്നു തുടങ്ങി. അതിനുശേഷം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നു കഴിഞ്ഞ് 18-19 സെഞ്ചുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബേസിക്കലി ഇൻഡസ്ട്രീസ് റാപ്പിഡ്ലി വളർന്നു. അതായത് നേച്ചർ ഒരു വലിയ സ്കെയിലിൽ തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്തു പോകുന്നു. ഇപ്പോൾ പൊല്യൂഷൻസും അതേപോലെ തന്നെ റിസോഴ്സ് ഡിപ്ലീഷനും ഒക്കെ ഉണ്ടായി. വിസിബിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് പയ്യെ ഉണ്ടായി തുടങ്ങി. വൈൽഡ് ലൈഫൊക്കെ പ്രിസർവ് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ വളരെ വലുതാണ് എന്നുള്ളൊരു ആർഗ്യുമെൻ്റ് അവിടെ നടത്തി. പക്ഷേ മോസ്റ്റ്ലി ഹ്യൂമൻ ബെനിഫിറ്റ് പേഴ്സ്പെക്റ്റീവിലായിരുന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നത്. അതിനുശേഷം ആൾഡോ ലെപ്പോൾട്ട് വന്നപ്പോഴത്തേക്കും ലാൻഡ് എത്തിക് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ബേസിക്കലി അദ്ദേഹം പറഞ്ഞു ഒരു ആക്ഷൻ എക്കോസിസ്റ്റം ഇൻറ്റഗ്രിറ്റി പ്രിസർവ് ചെയ്താൽ അത് ശരിയാണ്, ഇനി അതല്ല ഡിസ്ട്രോയ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അപ്പോൾ ഇത് നേച്ചറിന് ഇൻഡിപെൻഡൻറ്റ് മോറൽ വാല്യൂ കൊടുത്ത് ആദ്യമായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് അതാണ്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ പേരൊക്കെ പഠിച്ചു നോക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ട്രാൻസിഷൻ എന്നുള്ളൊരു ഐഡിയ കൃത്യമായിട്ട് ഓർത്ത് നോക്കാം. ഇനി അടുത്ത ആളിലേക്ക് വന്നപ്പോഴത്തേനും ബേസിക്കലി പെസ്റ്റിസൈഡ്സ് എസ്പെഷ്യലി DDT എക്കോസിസ്റ്റംസ് ഡിസ്ട്രോയ് ചെയ്യുന്നതായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തു. അതേപോലെ ബേർഡ്സിൻ്റെ പോപ്പുലേഷനൊക്കെ അഫക്റ്റഡ് ആവുന്നുണ്ട് എന്നുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി. അതിനുശേഷം നമ്മുടെ ലാസ്റ്റ് നമുക്ക് 1992 നമ്മൾ റിയോ എർത്ത് സമ്മിറ്റ് നടന്നു. അതിനുശേഷം പാരീസ് എഗ്രിമെൻറ്റ് 2015 നടന്നു. ബേസിക്കലി നമുക്ക് ലാസ്റ്റ് വന്നെത്തിയിരിക്കുന്നത് ഈ ഒരു ഗ്ലോബൽ വാർമിംഗ് ലിമിറ്റ് ചെയ്യാനുള്ള ഇൻ്റർനാഷണൽ കമ്മിറ്റ്മെൻറ്റ് വരെ എത്തിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വഴി നമ്മൾ മനസ്സിലാക്കുന്നത് പണ്ട് നമുക്ക് ബേസിക്കലി ഒരു മനുഷ്യനെ ഓറിയൻറ്റഡ് ആയിട്ടായിരുന്നു ചിന്തിച്ചിരുന്നത്. അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറയുന്ന മനുഷ്യന് വേണ്ടിയുള്ള അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി നമ്മൾ പ്രകൃതിനെ ആവശ്യമുള്ളതെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളെ മാത്രമേ നമ്മൾ സംരക്ഷിച്ചു പോകുന്നു. കാലം മാറുന്നതിനനുസരിച്ച് പല ചിന്തകൾ വന്നു. അതിനുശേഷമാണ് മനസ്സിലായത് നമ്മളുടെ നിലനിൽപ്പിന് പ്രകൃതിക്കും കൂടി ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രകൃതി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കും എന്നൊരു കൺസെപ്റ്റിലേക്ക് വന്നത്. അങ്ങനെയാണ് നമ്മൾ കൺസർവേഷൻ ബേസിക്കലി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. ഇനി നമുക്ക് അടുത്തതായിട്ട് കീ ഫിലോസഫിക്കൽ തിയറീസ് ആണ്. അതായത് എൻവയോൺമെൻറ്റൽ എത്തിക്സിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് തിയറീസ് ഉണ്ട്. അപ്പോൾ 3 മേജർ അപ്രോച്ചസ് ആണ് എടുത്തു. എനിക്ക് എന്തായാലും ഷുവർ ക്വസ്റ്റൻ എന്നുള്ള രീതിക്ക് പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. 3 ആന്ത്രപ്പോസെൻട്രിസം, ബയോസെൻട്രിസം, എക്കോസെൻട്രിസം.
ബേസിക്കലി ഇത് ക്ലിയർ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ആന്ത്രപ്പോസെൻട്രിസം എന്ന് പറഞ്ഞാൽ ബേസിക്കലി മനുഷ്യ അല്ലെങ്കിൽ ഹ്യൂമൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ബേസിക്കലി സെൻട്രിസം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ സെൻട്രലായിട്ട് അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എഡിറ്റീസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ആയിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം നേച്ചറിൽ നമുക്ക് എന്തെങ്കിലും വാല്യൂ ഉണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങളെ മാത്രമായിരിക്കും നമ്മളവിടെ പ്രൊട്ടക്ട് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ കോർ ഐഡിയ എന്ന് പറഞ്ഞാൽ നേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻസിന് ഒരു റിസോഴ്സസ് ആയിട്ട് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. അതായത് ബേസിക്കലി നമ്മൾ റെയിൻഫാൾ, അതേപോലെ ടൂറിസം, വുഡ്, അഗ്രികൾച്ചർ ബെനിഫിറ്റ്, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പ്രകൃതിനെ ആശ്രയിക്കുന്നു. ബാക്കി നമ്മൾ മനുഷ്യർ തന്നെയാണ് മെയിൻ എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ആനിമൽസ് അല്ലെങ്കിൽ എക്കോസിസ്റ്റംസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു മോറൽ വാല്യൂ ഒന്നുമില്ല. എല്ലാം ഇൻസ്ട്രുമെൻ്റൽ വാല്യൂ ആണ്. എന്ന് പറഞ്ഞാൽ ഹ്യൂമൻസിന് യൂസ്ഫുൾ ആണെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ടെന്നുള്ളൊരു കൺസിഡറേഷൻ ആണ്. ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ വേമ്പനാട് കായലിൻ്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ എക്സാമ്പിൾസ് ഒന്നും നോക്കണമെന്നില്ല, നിങ്ങൾ സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അപ്പോൾ തോന്നുന്ന ഒരു എക്സാമ്പിൾ എഴുതിയാൽ വേറൊരു പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം എന്താ, ബേസിക്കലി നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെ ഡിസ്ട്രക്ഷൻ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യുവാണ് ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി ചെയ്യുന്നത്. അതായത് ഹ്യൂമൻ ബെനിഫിറ്റ് ഇല്ലാത്ത സ്പീഷീസ് എന്തിനാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളൊരു തോന്നലാണ് വരുന്നത്. നമുക്ക് ബെനിഫിറ്റ് ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും, പക്ഷെ അവയൊക്കെ നമ്മൾ ഡയറക്റ്റ്ലി നമ്മുടെ ലൈഫിനെ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പിന്നീടുള്ള സ്റ്റഡീസിൽ നിന്നാണ് നമ്മൾ മനസ്സിലായത്. ഇനി കാലം പയ്യെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബയോസെൻട്രിസം എന്നുള്ള അപ്രോച്ചിലേക്ക് എത്തി. ഇപ്പോൾ ബയോ എന്ന് പറഞ്ഞാൽ ലൈഫ് എന്നാണ് അതിൻ്റെ അർത്ഥം. ബയോസെൻട്രിസം എന്ന് പറഞ്ഞാൽ എല്ലാ ജീവനുള്ള വസ്തുക്കൾക്കും ഒരു മോറൽ വാല്യൂ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഹ്യൂമൻസ് മാത്രമല്ല ഇമ്പോർട്ടൻറ്റ്, ഇവിടെ നമ്മൾ ജീവനുള്ള എല്ലാത്തിനും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങി. ഈ ബയോസെൻട്രിസത്തോട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ഫിലോസഫറാണ് ബേസിക്കലി പോൾ ടൈലർ എന്ന് പറയുന്നത്. റെസ്പെക്ട് ഫോർ നാച്ചർ എന്ന പ്രിൻസിപ്പിൾ ഒക്കെ ബേസിക്കലി നമ്മൾ ബയോസെൻട്രിസത്തിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഇന്ത്യയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു ടർട്ടിൽസിൻ്റെ പ്രൊട്ടക്ഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജനറലായിട്ട് എല്ലാ ജീവനുള്ള സാധനങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പ്രാക്ടിക്കലായിട്ട് ഡിഫിക്കൽറ്റി ഉണ്ട്. അതായത് നമുക്ക് എല്ലാ ബാക്ടീരിയനെ വരെ നമുക്ക് അവിടെ ഈക്വൽ പ്രയോറിറ്റി നൽകി നമുക്ക്, അല്ലെങ്കിൽ അതിനെ തന്നെ നമ്മൾ ഈക്വൽ ആയിട്ടുള്ള കൺസിഡറേഷൻ മനുഷ്യൻ്റെ അത്രയും കൊടുത്ത് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബേസിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സോ അത് കഴിഞ്ഞതിന് ശേഷം വന്ന ഒരു കൺസെപ്റ്റാണ് എക്കോസെൻട്രിസം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മോസ്റ്റ് എൻവയോൺമെൻറ്റൽ ഫോക്കസ്ഡ് അപ്രോച്ചാണ്. ഇപ്പോൾ എക്കോസെൻട്രിസം പറയുന്നത് ബേസിക്കലി എൻ്റയർ എക്കോസിസ്റ്റം മോറൽ വാല്യൂ ഉള്ളവയാണ്. ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്. അതായത് എക്കോസിസ്റ്റം ഇൻറ്റഗ്രിറ്റി ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സ്പീഷ്യസും അതേപോലെ തന്നെ എക്കോളജിക്കൽ പ്രോസസ്സും ബയോഡൈവേഴ്സിറ്റിയും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഈ ഒരു മൂന്നെണ്ണം തമ്മിലുള്ളൊരു കമ്പാരിസൺ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു നോക്കുക. നമ്മളൊരു എസ്സേ പാർട്ടിലൊരു ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എഴുതാൻ പറ്റണം. അപ്പം ആന്ത്രപ്പോസെൻട്രിസം വരുമ്പോൾ മോറൽ ഫോക്കസ് എന്ന് പറയുന്ന ഹ്യൂമൻസ് ഉള്ളതാണ്. നേച്ചർ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മളോട് പ്രൊട്ടക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഇത് പ്രാക്ടിക്കലി കുറച്ചുകൂടി ഈസിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇവൻ്റെ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോരായ്മ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് എല്ലാത്തിനെയും നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനെല്ലാം നമുക്കൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്, പക്ഷെ അതൊരിക്കലും നല്ലതായിട്ടുള്ളൊരു കാര്യമല്ല. ബയോസെൻട്രിസത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ജീവനുള്ള എല്ലാ വസ്തുക്കളെയും വാല്യൂ ഉണ്ടെന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ അതേസമയം എക്കോസെൻട്രിസത്തിലേക്ക് വരുമ്പോൾ എൻ്റെ എക്കോസിസ്റ്റം, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് എല്ലാ കാര്യങ്ങളെയും നമ്മൾ എന്ത് പറ്റി നമുക്ക് അതിനൊരു വാല്യൂ ഉണ്ട്. അപ്പം ഞാനില്ല എന്നുണ്ടെങ്കിൽ അവരില്ല, അല്ലെങ്കിൽ അവരില്ല എന്നുണ്ടെങ്കിൽ ഞാനില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് റിയൽ വേൾഡിലേക്ക് വരുമ്പോൾ എൻവയോൺമെൻറ്റൽ പോളിസി യൂഷ്വലി മിഡിൽ പൊസിഷൻ ആണെന്ന് നമുക്ക് പറയാം. അതായത് പ്യുവർ ആയിട്ടുള്ള ആന്ത്രപ്പോസെൻട്രിസം ഡേഞ്ചറസ് ആയി മാറി. ഇപ്പോൾ എൻവയോൺമെൻറ്റൽ ക്രൈസിസ് ഓൾറെഡി തന്നെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഡേൺ തിങ്കിങ്ങിലേക്ക് വരുമ്പോൾ ബയോസെൻട്രിക് ആൻഡ് എക്കോസെൻട്രിക് ഐഡിയാസിലേക്കാണ് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ ഒരു എഞ്ചിനീയർ എന്നുള്ള അല്ലെങ്കിൽ ഒരു എത്തിക്കൽ എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസോഴ്സസിൻ്റെ യൂസ് ഞാൻ മിനിമൈസ് ചെയ്യണം, അതേപോലെ പൊല്യൂഷൻ മാക്സിമം റിഡ്യൂസ് ചെയ്യണം, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡിസൈൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്യണം, ബയോഡൈവേഴ്സിറ്റി എനിക്ക് മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കണം, അതേപോലെ ഫ്യൂച്ചർ ജനറേഷൻസിനെ കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊരു എത്തിക്കൽ എഞ്ചിനീയേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത് സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. ഇപ്പോൾ ബേസിക്കലി ഇത് എൻവയോൺമെൻറ്റൽ എത്തിക്സിൻ്റെ കണ്ടിന്യൂവേഷൻ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇന്നത്തെ ലോകത്തിലെ എഞ്ചിനീയേഴ്സിനോട് ബിഗ്ഗസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ചെയ്യുക, പക്ഷേ ഫ്യൂച്ചർ ജനറേഷൻസിനെ ഡാമേജ് ചെയ്യാറ് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ മൊത്തത്തിൽ ഉപയോഗിക്കാതെ അവരെ കൂടി നമ്മൾ പരിഗണിച്ചുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് ബേസിക്കലി സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗിൻ്റെ കോർ ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബേസിക്കലി സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ്? സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് സിസ്റ്റംസ്, പ്രൊഡക്റ്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഡിസൈൻ ചെയ്യുകയും ബിൽഡ് ചെയ്യുകയും ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ പ്രസൻറ്റ് ഹ്യൂമൻ നീഡ്സ് മീറ്റ് ചെയ്യണം, പക്ഷേ ഫ്യൂച്ചർ ജനറേഷൻസിന് വേണ്ട നാച്ചുറൽ റിസോഴ്സസ് ഒരിക്കലും ഡിസ്ട്രോയ് ചെയ്യരുത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മനുഷ്യരുടെ ആവശ്യങ്ങൾ എല്ലാം നടക്കുകയും വേണം, പക്ഷേ ഫ്യൂച്ചർ ജനറേഷൻസിൻ്റെ ജീവിതം കോംപ്രമൈസ് ചെയ്യുകയും ചെയ്യരുത്. അപ്പോൾ ഇവിടെ ടെക്നിക്കൽ എക്സലൻസ് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വരണം. ടെക്നിക്കൽ എഫിഷ്യൻസി വരണം, എൻവയോൺമെൻറ്റൽ റെസ്പോൺസിബിലിറ്റി വരണം, സോഷ്യൽ ഇക്വിറ്റിയും വരണം. ഇപ്പോൾ ഈ സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗിൻ്റെ ഒരു സ്കോപ്പ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിലും അപ്ലിക്കബിൾ ആണ്.
ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു കേസിൽ പറഞ്ഞാൽ നമുക്ക് ഗ്രീൻ ബിൽഡിങ്സോ അതേപോലെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള അർബൻ ഇൻഫ്രാസ്ട്രക്ചർ, മെക്കാനിക്കലിൻ്റെ കേസിലൊക്കെ വന്നെങ്കിൽ നമ്മൾ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെഷീൻസോ ലോ എമിഷൻ വെഹിക്കിൾസ് ഉണ്ടാക്കുക. കെമിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ക്ലീനർ ആയിട്ടുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സോ, വേസ്റ്റ് മാക്സിമം കുറയ്ക്കുക. ഇലക്ട്രിക്കൽ വരുമ്പോൾ നമുക്ക് റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സിസ്റ്റംസ് ഉണ്ടാക്കുക, സ്മാർട്ട് ഗ്രിഡ്സ് കാര്യങ്ങൾ ഉണ്ടാക്കുക. ഇനി കമ്പ്യൂട്ടർ സയൻസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡാറ്റാ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് മോണിറ്ററിംഗ് സോഫ്റ്റ്വെയർ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്യുക. ഇതൊക്കെ എല്ലാ ഫീൽഡിലും നമുക്ക് ഒരേപോലെ തന്നെ അല്ലെങ്കിൽ ഈക്വലി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ് ഈ ബേസിക്കലി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്ന ഒരു കൺസെപ്റ്റാണ് ട്രിപ്പിൾ പോട്ട് ഓഫ് ലൈഫ്. ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. TBL എന്നാണ് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയുന്നത്. ബേസിക്കലി ഇതൊരു 3 പീസ് ഫ്രെയിം വർക്ക് എന്നും നമ്മളിതിനെ വിളിക്കാറുണ്ട്. പീപ്പിൾ, പ്ലാനറ്റ്, പ്രോഫിറ്റ്. ഇതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു പ്രൊജക്റ്റ് സക്സസ് ആണ് എന്ന് പ്രോഫിറ്റ് മാത്രം നോക്കി ഡിസൈഡ് ചെയ്യരുത്. 3 ഡൈമെൻഷൻസ് കൂടി ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് എക്കണോമിക്, രണ്ടാമതായിട്ട് സോഷ്യൽ, മൂന്നാമതായിട്ട് എൻവയോൺമെൻറ്റൽ. അപ്പോൾ ആ 3 ഓരോന്നും നമുക്ക് ജസ്റ്റ് നോക്കി പോകാം. ഫസ്റ്റ് വൺ എക്കണോമിക് സസ്റ്റൈനബിലിറ്റി. ഇപ്പോൾ പ്രൊജക്റ്റ് ഫിനാൻഷ്യലി വയബിൾ ആണ് അല്ലെങ്കിൽ ലോങ് ടൈം എക്കണോമിക് വാല്യൂ ഉണ്ടോ, ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രോഫിറ്റ് മാത്രമല്ല ഫുൾ ലൈഫ് സൈക്കിൾ എക്കണോമിക് ഇമ്പാക്റ്റ് കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക, എൻവയോൺമെൻറ്റിന് എന്തെങ്കിലും ഡാമേജ് ഫ്യൂച്ചറിൽ വന്നു കഴിഞ്ഞാൽ ബേസിക്കലി ആ കോസ്റ്റ് കൂടി നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. രണ്ടാമതായിട്ട് പറയുന്നത് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ആണ്. എന്ന് പറയുന്നത് പീപ്പിളിനെ ഈ ഒരു പ്രൊജക്റ്റ് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. വർക്കേഴ്സ് അല്ലെങ്കിൽ ലോക്കൽ കമ്മ്യൂണിറ്റീസ്, ഫ്യൂച്ചർ ജനറേഷൻസ്, ഇവരുടെയൊക്കെ വെൽബീയിങ് എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ ഫെയർ ഏജസ് അല്ലെങ്കിൽ സേഫ് വർക്കിംഗ് കണ്ടീഷൻസ്, ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഫോർ ഓഫ് ബെനിഫിറ്റ്സ്, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പറയും. മൂന്നാമതായിട്ട് പറയുന്നത് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ആണ്. ബേസിക്കലി റിസോഴ്സസ് കൺസപ്ഷൻ മാക്സിമം നമ്മൾ കുറയ്ക്കുക അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുക, പൊല്യൂഷൻ മാക്സിമം റിഡ്യൂസ് ചെയ്യുക, ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുക, പ്ലാനറ്ററി ലിമിറ്റ്സിനുള്ളിൽ ഓപ്പറേറ്റ് ചെയ്യുക. ഇവിടെ നമ്മളൊരു ഹൈഡ്രോ ഇലക്ട്രിക് ഡാമിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഡാം എക്കണോമിക്കലി പ്രോഫിറ്റബിൾ ആയിരിക്കാം, ഹൈ ഇലക്ട്രിസിറ്റി ഔട്ട്പുട്ട് ഉണ്ടാവും, റവന്യൂ ജനറേറ്റ് ചെയ്യുക. പക്ഷേ TLB ഫ്രെയിം വർക്ക് ഉപയോഗിച്ച് നോക്കുമ്പോൾ എക്കണോമിക്കൽ പോസിറ്റീവ് ആണോ ഒക്കെയാണ്. സോഷ്യലി കമ്മ്യൂണിറ്റീസ് മേ ബി ഡിസ്പ്ലേസ് ചെയ്യപ്പെടാം, അവർക്ക് ജീവിക്കാനുള്ള സ്ഥലം നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. നമ്മളൊരു പുതിയ ഡാം കൺസിഡർ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളോട് പറയുന്നത്. എൻവയോൺമെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ബേസിക്കലി റിവർ എക്കോസിസ്റ്റം ഡാമേജ് ആവാം, ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു ലോസ് ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് 3 കാര്യങ്ങൾ വെച്ച് കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ ഒരു നെഗറ്റീവ് സൈഡിലേക്കാണ് പോകുന്നത്. സോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രൊജക്റ്റിനെ വേണമെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് എക്സാമ്പിൾ വേണമെങ്കിലും എടുത്ത് അതിൻ്റെ 3 സൈഡിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ അനലൈസ് ചെയ്ത് നോക്കുന്നു എന്നുള്ളൊരു ഐഡിയ മനസ്സിലുണ്ടാക്കി വയ്ക്കുക. ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പ്രോഫിറ്റ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ പ്രൊജക്റ്റ് നല്ലതായിട്ട് തോന്നാം, പക്ഷേ ഫുൾ സസ്റ്റൈനബിലിറ്റി പെർസ്പെക്റ്റീവിൽ ഡിഫറെൻറ്റ് കൺക്ലൂഷൻസ് നമുക്ക് വരാം എന്നുള്ളൊരു ഐഡിയ ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തായിട്ട് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ലൈഫ് സൈക്കിൾ അനാലിസിസ് അല്ലെങ്കിൽ LCA. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് ലൈഫ് സൈക്കിൾ അനാലിസിസ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് LCA. എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ സിസ്റ്റം ടോട്ടൽ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ള ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇപ്പോൾ റോ മെറ്റീരിയൽ എക്സ്ട്രാക്ഷൻ മുതൽ എൻഡ് ടു ലൈഫ് ഡിസ്പോസൽ വരെ നമ്മളിതിൽ അനലൈസ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ക്രാഡിൽ ടു ഗ്രേവ് അനാലിസിസ് എന്ന് പറയാറുണ്ട്. ഇതിൻ്റെ സ്റ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ എക്സ്ട്രാക്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്കറിയാം മൈനിങ് അല്ലെങ്കിൽ ഫാമിംഗ്, റിസോഴ്സസ് ഹാർവെസ്റ്റിംഗ്, അതൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോണിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ലിഥിയം മൈനിങ് അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെറ്റൽസിൻ്റെ ആവശ്യകത ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മൈൻ ചെയ്തെടുക്കുന്നതൊക്കെ നമുക്ക് എക്സ്ട്രാക്ഷൻ പ്രോസസ്സിൽ പറയാം. then അതിനുശേഷം മാനുഫാക്ചറിംഗ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഫാക്ടറി പ്രോസസ്സിംഗ് അല്ലെങ്കിൽ അസംബ്ലിങ്, ഫാബ്രിക്കേഷനൊക്കെയാണ്. ഇവിടെ നമ്മൾ എനർജി യൂസ് അല്ലെങ്കിൽ കെമിക്കൽ വേസ്റ്റ് ഉണ്ടാകാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. then അതിനുശേഷം ഡിസ്ട്രിബ്യൂഷൻ ആണ്, ബേസിക്കലി ട്രാൻസ്പോർട്ടേഷൻ, ഷിപ്പിംഗ് ഒക്കെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ കാർബൺ ഫുട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പൊല്യൂഷനൊക്കെ വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. then അതിനുശേഷം യൂസ് ഫേസ് ആണ്, ബേസിക്കലി പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്തെ എനർജി കൺസപ്ഷൻ ആണ്. ഒരു എക്സാമ്പിളായിട്ട് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കത് ചാർജ് ചെയ്യേണ്ടതുണ്ട്. സോ ഇലക്ട്രിസിറ്റി നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി എൻഡ് ഓഫ് ലൈഫ്, നമുക്ക് ഇതിന് ശേഷം ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തു, ഒന്നുകിൽ അത് അടിച്ചു പോയി, അതിലെങ്കിലെന്നുണ്ടെങ്കിൽ എനിക്കത് മതിയായി, എനിക്ക് പുതിയൊരു ഫോൺ ഞാൻ അപ്ഗ്രേഡ് ചെയ്യുകയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പഴയത് ഞാൻ ഡിസ്പോസ് ചെയ്യണം അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യണം. ലാൻഡ് ഫിൽ എന്ന് പറയുന്നത് നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയുക അല്ലെങ്കിൽ ഒരു പ്ലേസിലേക്ക് കൊണ്ട് ഇടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഈ വേസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്, അതായത് ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ ഫുള്ളി നമ്മൾ നോക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാമെന്നുള്ളത്. സോ അതുകൊണ്ടാണ് LCA എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആണ് എത്തിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിയുമ്പോൾ. വിത്തൗട്ട് LCA എഞ്ചിനീയേഴ്സ് പാർഷ്യൽ പിക്ചർ മാത്രമാണ് കാണുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണെന്ന് നമുക്ക് തോന്നാം, പക്ഷേ ബാറ്ററിയുടെ കാര്യങ്ങൾ അതേപോലെ തന്നെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത് അതിന് ശേഷം ഡിസ്പോസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കുമ്പോൾ നമുക്ക് എൻവയോൺമെൻറ്റിനെ എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുന്നതോ അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് മൊത്തം നമുക്ക് എൻവയോൺമെൻറ്റിൻ്റെ ബർഡൻ ആണ് നമുക്ക് LCA അനാലിസിസ് വഴി കിട്ടുന്നത്. ഇവിടെ നമ്മളൊരു കോട്ടൺ ടീഷർട്ടിൻ്റെ എക്സാമ്പിൾ കൂടി അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് സസ്റ്റൈനബിൾ മെട്രിക്സ് നോക്കാം. എന്ന് പറഞ്ഞാൽ ബേസിക്കലി സസ്റ്റൈനബിലിറ്റി മെഷർ ചെയ്യാനുള്ള മെട്രിക്സ് ആണ് ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിളായിട്ട്.
വാട്ട് കാനോട്ട് ബി മെഷേർഡ് കാനോട്ട് ബി ഇംപ്രൂവ്ഡ്. അതായത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത ഒരിക്കലും നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ആണ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. യൂഷ്വലി നമ്മൾ CO2 ഇക്വലൻ്റ് ആയിട്ടാണ് മെഷർ ചെയ്യുന്നത്. അതുപോലെ വാട്ടർ ഫുട് പ്രിന്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എത്രത്തോളം ഫ്രഷ് വാട്ടർ നമ്മൾ കൺസപ്ഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതേസമയം എനർജി ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക്കലി യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര എനർജി വേണം എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. മെറ്റീരിയൽ എഫിഷ്യൻസി എന്ന് പറയാൻ മെറ്റീരിയൽ ഇൻപുട്ടിനോട് കമ്പയർ ചെയ്ത ഔട്ട്പുട്ട് എഫിഷ്യൻസിയാണ്. എക്കോളജിക്കൽ ഫുട് പ്രിന്റ് എന്ന് പറയാൻ കൺസപ്ഷൻ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമായ ലാൻഡ് ആൻഡ് വാട്ടർ ഏരിയയാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ വേസ്റ്റ് ജനറേഷൻ റേറ്റ് പറയാം. നമ്മൾ ഒരു ഡാറ്റാ സെൻറ്ററിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ബേസിക്കലി നമ്മളൊരു എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്ക്, ഒരു എത്തിക്കൽ എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ലോങ് ടൈമിൽ ചിന്തിക്കണം, അല്ലെങ്കിൽ തിങ്ക് ചെയ്യണം. ഫ്യൂച്ചർ ജനറേഷൻസിനെ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. വേസ്റ്റ് മാക്സിമം റിഡ്യൂസ് ചെയ്യണം. എനർജി എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യണം. സോഷ്യൽ ജസ്റ്റിസ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് മിനിമൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വേണം നമ്മൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടായിരിക്കണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ പറയാനുണ്ടായിരുന്നത്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ 3 കൺസെപ്റ്റ്സ് ഓർത്ത് വെക്കുക. അതേപോലെ LCA ലൈഫ് സൈക്കിൾ അനാലിസിസ്, അതേപോലെ തന്നെ ട്രിപ്പിൾ ബോട്ടം ലൈൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൂടി ഓർത്ത് വെക്കുക. ഇത്തരം ടോപ്പിക്സാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് അടുത്ത പാർട്ടിൽ ഈ ഒരു മൊഡ്യൂളിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.